വിലവർദ്ധനവ് പൊതുജനത്തെ എങ്ങനെയൊക്കെ ബാധിക്കുന്നു, വിലവർദ്ധനവിന്റെ കാരണങ്ങൾ എന്താണെന്നൊക്കെയാണ് ന്യൂസ് ബസ്സിലൂടെ നമ്മൾ നോക്കുന്നത്. ഈ വിലവർദ്ധനവിൽ പൊതുജനം പ്രതികരിക്കുകയാണ്, അതൊന്ന് കേൾക്കാം. നമുക്ക് ബുദ്ധിമുട്ട് തന്നെ, അതിങ്ങനെ പിന്നെ യുദ്ധം നടന്നാൽ ഗ്യാസിന് കൂടുന്നുണ്ട്. അതെ ബുദ്ധിമുട്ട് തന്നെ, നമുക്ക് വേറെ ചെയ്യാൻ പറ്റില്ലല്ലോ. യുദ്ധം നിൽക്കണം നമ്മൾ ആഗ്രഹിക്കുന്നത്. അവിടെ ഇപ്പോൾ യുദ്ധം ചെയ്താലേ ഇവിടെ നിത്യോപ സാധനങ്ങളും പിന്നെ ബാക്കിയുള്ള സാധനങ്ങൾക്കെല്ലാം വില കൂടും. എങ്ങനെയാണ് യുദ്ധം ചെയ്താൽ നമുക്ക് ബാധകം തന്നെ. അതെ, ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാവും. 60 രൂപ കൂടിയെങ്കിൽ ഇപ്പോഴേ ബുദ്ധിമുട്ടാനുണ്ട് ഗ്യാസിന്. സാധാരണക്കാരുടെ അവസ്ഥ വളരെ പരിതാപകരമാണ്. തീർച്ചയായും ഇത് ഏത് രീതിയിലാണ് ഒഴിവാക്കാൻ പറ്റുക, നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ യുദ്ധം ഇനിയും നീണ്ടുപോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഗ്യാസിന് മാത്രമല്ല മൊത്തത്തിൽ എല്ലാവരും വില കൂടും. അതൊരു ലഭ്യതയുടെ ഒരു പ്രശ്നമാണ്. ഈ 60 രൂപ ഈ പാചകവാതകത്തിന് കൂടിയപ്പോൾ ഞങ്ങൾക്ക് താങ്ങാൻ പറ്റുന്നില്ല. പിന്നെ നമ്മുടെ ഇപ്പം ഗൾഫിലൊക്കെ ആണെന്ന് പറഞ്ഞാലും ഇപ്പം അവിടെ യുദ്ധങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ആയിട്ടിരിക്കുന്ന അവർക്ക് എമൗണ്ട് അയക്കാനുള്ള അവർക്ക് ശമ്പളം കിട്ടുന്നില്ല. അപ്പം അത് അയക്കാനുമുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അങ്ങനെ നമ്മൾ വളരെ ഒരു പ്രതിസന്ധിയിലാണ് പോകുന്നത്. ഒന്നാമത്തെ കാര്യം, ഞങ്ങളാണെങ്കിൽ വാടക വീട്ടിൽ കൂടിയാണ് താമസിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് അതെല്ലാം അങ്ങനെ ഓരോ കാര്യങ്ങൾക്ക് കൂടുമ്പം അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട്. ഇങ്ങനെ 60 രൂപ ആണെങ്കിലും അത് നമുക്ക് വലിയൊരു സംഖ്യയായിട്ട് തോന്നുന്നുണ്ട്. ഇപ്പം എന്തോ ചെയ്യുമെന്ന് അടുപ്പ് കത്തിക്കുന്നുണ്ട്, എനിക്കതിനെ കണ്ണും ചുവ കാണത്തില്ല. അടുപ്പിൽ ചൂടടിക്കുന്നതിൻ്റെ പ്രയാസമുണ്ട്. അപ്പം വലിയ ബുദ്ധിമുട്ടില്ല. ഇപ്പോൾ ഇത് കൂടിയെന്ന് കേട്ടപ്പോൾ ഞെട്ടിപ്പോയി.